നമസ്കാരം. പാർലമെന്റിൽ നടന്ന ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ ഒന്നും മിണ്ടാതെ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവത്തെക്കുറിച്ച് വിശദമായ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളും പ്രക്ഷുബ്ധമായി. സർക്കാരിന്റെ വിശദീകരണമോ ചർച്ചയോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധിച്ച എംപിമാർക്ക് സസ്പെൻഷനും കിട്ടി. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാരടക്കം 14 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ രാജ്യസഭയിൽ നിന്ന് തൃണമൂൽ എംപി ഡെറക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്തു. അതേസമയം പാർലമെന്റിലേക്ക് കടന്നു കയറിയ സംഘത്തിന്റെ തലവൻ ലളിത് ജായെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടും ഇല്ല. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മൗനത്തിൽ ഒളിച്ചോ സർക്കാർ? സുരക്ഷാ വീഴ്ചയിൽ മിണ്ടാട്ടമില്ലേ? ചോദ്യം ചെയ്യുന്നവർക്ക് സസ്പെൻഷനോ? നടപടി ജാള്യത മറയ്ക്കുന്നതിനോ? ചർച്ചയിൽ എന്നോടൊപ്പം എംപിമാരായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ എ റഹീം, ഒപ്പം വലതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശ്രീ രാഹുൽ ഈശ്വർ. BJP പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ലോക്സഭയിൽ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുക കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടത്തും എന്നാണ്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന എല്ലാവരും പ്രതീക്ഷിച്ചു. എംപിമാർ അത് ആവശ്യപ്പെട്ടു, അത് ഉണ്ടായില്ല എന്നുള്ളതിനെ എങ്ങനെ കാണണം? ഇതുപോലെ ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും ഞങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതാണോ? അഭിലാഷേ, വളരെ ഗുരുതരമായൊരു സംഭവമാണ് ഇന്നലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ഉണ്ടായത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്നലെ 22ാമത്തെ രക്തസാക്ഷി ദിനമാണ്. പാർലമെൻറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇതൊരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണമല്ല, ജനാധിപത്യത്തിൻ്റെ മാതാവിനും ഇന്ത്യയുടെ ആത്മാവിനും നേരെയാണ് ആക്രമണം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ജനാധിപത്യത്തിൻ്റെ മാതാവിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മാവിനും നേരെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? 22 വർഷം പൂർത്തിയാവുന്ന ദിവസം. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കാനഡയിൽ ചില സിഖ് തീവ്രവാദികൾ കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്വം ആ തീവ്രവാദികൾ ഇന്ത്യ ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കുകയും മാത്രമല്ല, ഗുർപർവൻ സിംഗ് പന്നു അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടു. ആ വീഡിയോ ക്ലിപ്പിൻ്റെ പുറവിൽ കാണുന്നത് 2001 പാർലമെൻറ്റ് ആക്രമണമാണ്. ഈ 2001 നടന്ന പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 13-ാം തീയതിക്കകം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അടിക്കൽ ഇളക്കുന്ന ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ആക്രമണം നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ കളർ സ്മോക്കിന് പകരം വിഷദ്രാവകമാണ് അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 2001 ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പാർലമെന്റ് മന്ദിരം കെട്ടിപ്പൊക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. പഴുതടച്ചുള്ള സുരക്ഷ വേണം. ആ സുരക്ഷ പഴയ കെട്ടിടത്തിലില്ലാത്തതുകൊണ്ട് അത്യന്താധുനികമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ പാർലമെന്റ് വരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ പാർലമെന്റ് സുരക്ഷാംഗങ്ങളോടത്ത് CRPFന്റെ 1700 ഭടന്മാരടക്കം സേവനം അർപ്പിച്ചുള്ള ഇന്ത്യൻ പാർലമെന്റിലാണ്, 4 ലൈൻ സെക്യൂരിറ്റിയുള്ള പാർലമെന്റിലാണ് 2 പേർ ഇന്നലെ പാർലമെന്റ് അകത്ത് കടന്നത്. ഞാൻ പാർലമെന്റ് 0 ഓവറിൽ എൻഡോസൾഫാന്റെ വിഷയത്തെക്കുറിച്ച് സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം എനിക്ക് സമയം തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ ഇരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുണ്ട്, അധീർ രഞ്ജൻ ചൗധരിയുണ്ട്, കാർത്തിക് ചിദംബരമുണ്ട്, മറ്റ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്രതിപക്ഷത്തുള്ളൂ, ഭരണപക്ഷത്തുള്ളൂ. കാരണം 0 ഓവർ ശൂന്യവേള തീരാൻ പോവുകയാണ്. BJPയുടെ MP ആയ മുർമു അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് 2 പേർ ഗാലറിയിൽ നിന്ന് എടുത്തു ചാടുന്നത്. താഴേക്കെടുത്ത് ചാടിയാൽ ഒന്നുകിൽ കാലൊടിയാം, അതല്ല തലയിടിച്ചാണ് ഈ സീറ്റിൽ വരുന്നെങ്കിൽ തല പൊട്ടും. പക്ഷെ കൃത്യമായി MP-മാരിരിക്കുന്ന സീറ്റിലേക്കാണ് എടുത്തു ചാടിയത്. അവിടുന്ന് ഓരോ സീറ്റും ചാടി ചാടി പോകുമ്പോഴാണ് ഈ കളർ ബോംബ് അവർ പൊട്ടിക്കുന്നത്. ഈ കളർ സ്മോക്ക് പൊട്ടിക്കുമ്പോൾ വിഷദ്രാവകമായിരുന്നെങ്കിൽ എന്തോരം കാഷ്വാലിറ്റിയാണ് ഉണ്ടാകുന്നത്. എത്ര MP-മാർ അവിടെ മരിച്ചു വീഴുമായിരുന്നു, ഞാനടക്കം. ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര നിസ്സാരമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. ഇന്നിപ്പോൾ പ്രതികളെ പിടിച്ചപ്പോൾ എന്താ പോലീസ് പറയുന്നത്? തീവ്രവാദികളുമായി ബന്ധമുണ്ട്, മാത്രമല്ല ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട്. UAPA 17-18. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ് ഉണ്ടെന്ന് പോലും ഈ അന്വേഷണം പറയുന്നു.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, പ്രതാപ് സിംഗ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും മൈസൂർ എം പിയുമായ ഒരു വ്യക്തിയാണ് ഈ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്ന ഭീകരവാദികളെന്ന് ഈ പോലീസ് പറയുന്ന ആ 2 പേർക്ക് പാസ് കൊടുത്ത് അകത്ത് കയറ്റിയത്. അപ്പോൾ സ്വാഭാവികമായി ഈ അടുത്ത കാലത്ത് പശ്ചിമ ബംഗാളിലെ ഒരു എം പിയാണ് നമ്മുടെ മൊയ്ത്ര എന്ന് പറയുന്ന എം പി. ആ എം പി അവരുടെ പാർലമെന്റ് പോർട്ടലിൽ അത് ഒരു കൊടുത്തു എന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക് നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സൈബർ അറ്റാക്കിൻ്റെ പേരിൽ പാസ്വേഡ് കൊടുത്തു എന്ന് പറഞ്ഞ് അവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഈ വ്യക്തികൾക്ക് പാസ് കൊടുത്ത പ്രതാപ് സിൻഹയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എത്ര ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്, എത്ര നിസ്സാരവൽക്കരിച്ചാ പറഞ്ഞത്. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി സഭയിൽ വരണം, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തണം. അത്ര ഗുരുതരമായ പ്രശ്നമാണ്. പണ്ട് ഇതേപോലെ തന്നെ നമുക്കറിയാം, മണിപ്പൂരിൽ കുക്കി ക്രിസ്ത്യാനികളെ വംശീയ ഉന്മൂലനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി സഭയിൽ വന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹം ചെയ്തില്ല. ഇപ്പോ ഈ ആവശ്യം ഉന്നയിച്ച ഏതാണ്ട് 15ഓളം എം പിമാരെ പുറത്താക്കി. നാളെ നടക്കാൻ പോകുന്നത് എന്താണ്? നാളെ ഞങ്ങൾ മുഴുവൻ എം പിമാരും പ്ലക്കാർഡ് പിടിച്ച് സഭയിൽ പോകാൻ പോവുകയാണ്. പ്രതിപക്ഷം വേണ്ട എന്നാണ് ഭരണപക്ഷം തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കാരണം ഇവർ വിളിച്ചൊരു മുദ്രാവാക്യത്തിൽ ഒരു പോയിന്റ് കറക്റ്റ് അല്ലേ? ഏകാധിപത്യ ശൈലി. ആ ശൈലിയാണ് കഴിഞ്ഞ 9.5 വർഷമായി നരേന്ദ്രമോദി പാർലമെന്റിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് സഭയ്ക്കകത്ത് ജീവഭയമുണ്ട്. ഞങ്ങളുടെ ജീവൻ ഏത് സമയത്തും അപകടത്തിലാണ്. പാർലമെന്റ് അംഗങ്ങൾക്ക് സഭയ്ക്കകത്ത് അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണോ? അത് ഞങ്ങൾക്കറിയണ്ടേ, ഞങ്ങളെ അറിയിക്കണ്ടേ. അതിനായിട്ടാണ് ഞങ്ങളിന്ന് സഭ നിർത്തിവെച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടത്. ശരി, അങ്ങയിലേക്ക് ഞാൻ വരാം. നോക്കൂ ശ്രീ എ റഹീം, പാർലമെന്റിനകത്ത് കിടന്ന് ഇതുപോലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയ വിഷയത്തിൽ ഇതുവരെയും സർക്കാർ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തിനവരെ ടെലിവിഷൻ ചർച്ചകളിലേക്ക് പോലും വിളിച്ചാൽ അവർ വരുന്നില്ല. ഇപ്പോൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകണ്ട, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ശരി ആഭ്യന്തരമന്ത്രി പാർലമെന്റിനോട് പറയണ്ട എന്നൊരു സമീപനം സ്വീകരിക്കുന്നു ഒരു വശത്ത്, ഇതുപോലൊരു കാര്യം നടക്കുന്നു മറുവശത്ത്. എന്നിട്ട് പ്ലക്കാർഡ് പിടിച്ചു എന്നതിന്റെ പേരിലാണ് ലോക്സഭയിൽ എം പിമാരെ സസ്പെൻഡ് ചെയ്തത്. പ്ലക്കാർഡ് പിടിച്ചാൽ സസ്പെൻഷന് പാത്രമാകാവുന്ന കുറ്റം, അതേസമയം എം പിമാരുടെ ജീവന് പോലും അപായം ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഈ കൃത്യം നടത്തിയാൽ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ലതാനും. ഇതാണോ ഇന്ത്യയുടെ ആധുനിക പാർലമെന്ററി ജനാധിപത്യം? അല്ല, പ്ലക്കാർഡ് പിടിച്ചാൽ സസ്പെൻഷൻ, പാസ് കൊടുത്താൽ സസ്പെൻഷൻ ഇല്ല. ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ഒരു എം പിയെ എക്സ്പെൽ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു എം പിയെ ഇവരുടെ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കൈപ്പൊക്കി ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്ത് കൈപ്പൊക്കി പുറത്താക്കുകയാണ്. എന്താണ് ഏകപക്ഷീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേസമയം അതേ ലോക്സഭയിൽ ഡാനിഷ് അലി എന്ന് പറയുന്നൊരു എം പി, അയാൾ വംശീയാധിക്ഷേപം നേരിട്ടു. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം പി അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നത്. ഒരു BJP എം പിയാണ് അത് ചെയ്തത്. അതിനെതിരെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു പ്രിവിലേജുമില്ല, ഒരു കാര്യവുമില്ല. ഇന്നലെ ഈ പറയുന്ന പാസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ പറഞ്ഞുകൂടെ, മൈസൂറിന്റെ എം പി BJPയുടെ എം പിയാണ് പാസ് കൊടുത്തത്. തിരിച്ചു വല്ലതും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ അവസ്ഥ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണത്. അപ്പോൾ ആ മൈസൂറിലെ എം പിക്ക് ഒരു നോട്ടീസും ഇല്ല, വിശദീകരണമില്ല, താക്കീതും ഇല്ല, ഒന്നുമില്ല. ഇന്ന് ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയിൽ നിന്ന് സംഭവിച്ചെന്താണ്? ലോക്സഭയിലെ കാര്യങ്ങൾ ശ്രീ രാജ്ഭവൻ ഉണ്ണിത്തൻ വിശദീകരിച്ചു. എന്താ രാജ്യസഭയിൽ സംഭവിച്ചത്? രാവിലെ തന്നെ 267 വെച്ച് ഞങ്ങളെല്ലാവരും നോട്ടീസ് കൊടുത്തിരുന്നു, സസ്പെൻഡ് ചെയ്യണം, ഇത് ഡിസ്കസ് ചെയ്യണം. മാത്രമല്ല ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഇത് സംബന്ധിച്ച് പ്രസ്താവന നടത്തണം. ഞങ്ങളിതാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം ഈ വിഷയത്തെ സംബന്ധിച്ച്. BJPക്കായിരിക്കുമല്ലോ ചർച്ചയിൽ കൂടുതൽ സമയം കിട്ടുക എണ്ണം വെച്ചിട്ട്. അപ്പോൾ അവർ ചർച്ച ചെയ്തോട്ടെ. നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം, ഗവൺമെൻറ്റിന് പറയാനുള്ളത് ഗവൺമെൻറ്റിന് കേൾക്കാം. അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരികയല്ലേ. ഇപ്പോൾ ജനങ്ങൾ രാജ്യമാകെ ആശങ്കപ്പെട്ട ഒരു സുരക്ഷാ വീഴ്ച, ആ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പാർലമെന്റിന്റെ ഫ്ലോറിൽ വന്നുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന ജനാധിപത്യപരമായ മിനിമം ആവശ്യമാണ് ഞങ്ങൾ വെച്ചത്. അതിനവർ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, രാവിലെ മുതൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവശ്യപ്പെടുകയാണ്,
മൈക്ക് നിങ്ങൾ ആലോചിക്കണം, ലീഡർ ഓഫ് ഒപ്പോസിഷന് ഒരു വേള പോലും ഇന്ന് രാജ്യസഭയിൽ മൈക്ക് കൊടുത്തില്ല. എത്ര ജനാധിപത്യ വിരുദ്ധാണ്, എത്ര ധിക്കാരാണ്. ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലിറങ്ങാൻ പാടില്ല. സഭാ നടപടികൾ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു കാരണവശാലും ആർക്കും തടസ്സപ്പെടുത്താനാകില്ല എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഇത് പൊളിഞ്ഞ ദിവസമാണ്. അതിൽ വെളിയിലിറങ്ങി എത്ര ബഹളം ഉണ്ടാക്കിയാലും ആരൊക്കെ വെളിയിലേക്ക് ഇനി കുതിച്ചു വന്നാലും ഒരു കാരണവശാലും നടുത്തളത്തിലിറങ്ങിയതിൻ്റെ പേരിൽ സഭാ നടപടികൾ മുടങ്ങേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം. അങ്ങനെയായിരുന്നു അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ പാർലമെന്റ്. സുരക്ഷയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ കാരണം സഭാ നടപടികൾ മുടങ്ങാൻ പാടില്ല എന്ന നിശ്ചയത്തിൽ അവർ രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതാണിന്ന് അത് പൊളിഞ്ഞ ദിവസം കൂടിയാണിന്ന്. പാർലമെന്റിലെ ഇരുസഭകളും ഇന്ന് പ്രതിഷേധത്തിൽ നിർത്തിവെക്കേണ്ടി വന്നു. രാജ്യസഭയിലെ എല്ലാവരും നടത്തത്തിലേക്ക് ഇറങ്ങി. മുഴുവൻ നേതൃത്വവും നടത്തത്തിലേക്ക് പോയി. ഡെറിക് ഒബ്രയനെ തെരഞ്ഞു പിടിച്ചവർ സസ്പെൻഡ് ചെയ്തു. അത് വീണ്ടും ഒരു എക്സ്ട്രീമായി ഒരു ഘട്ടം കൂടി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. അതിനുശേഷം പിന്നെയും അദ്ദേഹത്തിനെതിരെ വേറൊരു മോഷൻ മൂവ് ചെയ്തു. എന്നിട്ട് പ്രിവിലേജ് മോഷൻ കൂടി കൊണ്ടുവന്ന് അതും പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൈ ഉയർത്തി പാസ്സാക്കാനുള്ള നമ്പർ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ്. ഇന്ന് ലീഡർ ഓഫ് ഒപ്പോസിഷന് മൈക്ക് കൊടുക്കാതിരുന്ന നിലപാട് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ഇനി സഭാ നേതാവിന് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുത്തു. പീയൂഷ് ഗോയൽ എഴുന്നേറ്റു സംസാരിക്കുന്നു. അതേസമയം വീണ്ടും ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് മൈക്ക് വേണം, എനിക്ക് സംസാരിക്കാനുണ്ട്. കൊടുത്തില്ല മൈക്ക്. എത്ര ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യ വിരുദ്ധ തുടരുന്നത്? ഇത് ജനം കാണണം, ഈ നാട് കാണണം. ജനാധിപത്യത്തോട് പരമപുച്ഛമാണ് ഇവർക്ക്, അങ്ങേയറ്റത്തെ പുച്ഛം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ്. ഈ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പാർലമെന്റ് പുതിയ മന്ദിരം പണിതത് സുരക്ഷ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സുരക്ഷയുടെ യാതൊരു സാധ്യതയും അവിടെയില്ല. ഇല്ല എന്ന് മാത്രമല്ല, പാർലമെന്റിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് സുരക്ഷയെക്കുറിച്ച് കാണുന്നത്. ഇവർക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന പാർലമെന്റിന് സുരക്ഷ കൊടുക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെയാണ് രാജ്യത്തിന് സുരക്ഷ കൊടുക്കാൻ കഴിയുക? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഓക്കെ, ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, പാർലമെന്റ് എന്നുള്ളത് ഒരു കേവലം കെട്ടിടം മാത്രമല്ല. നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദം നടക്കേണ്ട ഇടമാണ്, ലെജിസ്ലേഷൻ നടക്കേണ്ട ഇടമാണ്. ആ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ അതേക്കുറിച്ച് സർക്കാരിന്റെ ഒരു വിശദീകരണം ഈ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതുണ്ടായില്ല. പാർലമെന്റിൽ ആവർത്തിച്ച് അംഗങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊരു അന്യായമായ ആവശ്യമാണോ? പാർലമെന്റ് ഹൗസിനകത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ട് ആ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്താവന ആവശ്യപ്പെട്ടു എന്ന ഒരു കുറ്റമാണ് ഇന്ന് പ്രതിപക്ഷം ചെയ്തത്. ആ പ്രസ്താവന ആവശ്യപ്പെട്ടവർക്കെതിരെ, അതിന് പ്ലക്കാർഡ് പിടിച്ച ആളുകൾക്കെതിരെ സസ്പെൻഷൻ, അങ്ങനെ എം പിമാരെ എക്സ്പെൽ ചെയ്തും സസ്പെൻഡ് ചെയ്തും ഒക്കെ പ്രതിപക്ഷത്തെ തന്നെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ജനാധിപത്യപരമായി ഈ രാജ്യം ഭരിക്കാം എന്ന് കരുതാൻ കഴിയുമോ? അഭിലാഷ്, പാർലമെന്റ് ആക്രമണം അല്ലെങ്കിൽ പാർലമെന്റിന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും അസോൾട്ട് ആണെങ്കിലും അതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല. അത് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും എല്ലാ പാർട്ടികളെയും രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിലേക്കുള്ള അറ്റാക്ക് തന്നെയാണ്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ ഒരുമിച്ച് നിൽക്കുകയും നിലപാടെടുക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. രണ്ട്, ഈ വിഷയത്തിൽ രാഷ്ട്രീയം കണ്ടെത്തുന്നതിന് പകരം അന്വേഷണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ മറ്റ് വിഷയങ്ങൾ കൊണ്ടുവരികയും, ഉദാഹരണം മഹുവ മൊയ്ത്ര പാസ്വേഡ് കൊടുത്തു, പ്രതാപ് സിംഹ പാസ് കൊടുത്തു, മഹുവ മൈത്ര എക്സ്പെൽ ചെയ്തു എന്ന് പറയുമ്പോൾ ലോകസഭയിൽ ഒരു എം പിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, രാജ്മോഹൻ സാറിന് കറക്റ്റ് ചെയ്യാം, ഒരു ദിവസം 4 പാസ്സോളം കൊടുക്കാം. അങ്ങനെ ഒരു മാസം 80 or 100 പാസ് കൊടുക്കാം. അതുപോലെയാണോ പ്രിവിലേജ് ഉള്ള പാസ്വേഡ് കൊടുക്കുന്നത്? അപ്പൊ മഹുവ മൊയ്ത്ര അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നതിൽ രാഷ്ട്രീയപരമായി എല്ലാം കൂടെ ചേർത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. മഹുവ മൊയ്ത്ര അടക്കം അവർ വളരെ വൈബ്രന്റ് ആണ്, നല്ല സംസാരിക്കുന്ന വ്യക്തിയാണ്. ദേശീയ ചാനൽ അവരോടൊപ്പം ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മഹുവ മൈത്ര ചെയ്ത കാര്യം ശരിയാണോ എന്ന് ചിന്തിക്കണം. പ്രതാപ് സിംഹ യഥാർത്ഥത്തിൽ ഈ 4 പേർക്ക് പാസ് കൊടുക്കുമ്പോൾ ആ മാംഗ്ലൂരിലെ എഞ്ചിനീയറിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പാസ് കൊടുത്തത്. പലപ്പോഴും അദ്ദേഹത്തിന് ജെന്യൂൻ ആയിട്ടൊരു മിസ്റ്റേക്ക് പറ്റാം, ഓവർസൈറ്റ് പറ്റാം. പക്ഷേ മഹുവ മൈത്ര അങ്ങനെയല്ലല്ലോ, ബോധപൂർവമായി ചെയ്തൊരു തെറ്റാണ്. അവർക്കതിന് കൺസിഡറേഷൻ, അവർക്കതിന് ഗിഫ്റ്റോ വളരെ വില കൂടിയ സാധനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ലഭിച്ചിട്ടുമില്ലേ? അപ്പൊ എത്തിക്സ് കമ്മിറ്റി ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? നാളെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന്, BJP-ന്നോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ ഒരാൾ ചെയ്താലും ഇതേ നീക്കം തന്നെ എത്തിക്സ് കമ്മിറ്റി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ? അപ്പൊ അവിടെയാണ് ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് ഉണ്ടാക്കി ഇവിടെ ഫാസിസ്റ്റ്
ഫാസിസമാണ്, ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ പുനർചിന്തിക്കണം. അല്ല, അവിടെ രാഹുൽ ഈശ്വർ ഇവിടുത്തെ കാതലായ വിഷയം, ശരി, പ്രതാപ് സിംഹ മനഃപൂർവ്വം ഈ അറ്റാക്ക് നടത്തിയ ആളുകൾക്ക് പാസ് കൊടുത്തു എന്നുള്ള വാദം ഇതിനോടകം പ്രതിപക്ഷം പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പറയുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ അബദ്ധം പറ്റിയതാകാം. പ്രശ്നം അതല്ലല്ലോ. ഇത്ര ഗുരുതരമായ ഒരു കാര്യം നടന്നിട്ടും അതിൽ എന്താണ് സർക്കാരിന്റെ ടേക്ക് എന്ന് നമ്മൾ അറിയണ്ടേ? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആയിക്കൊണ്ട് ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളത് പരമപ്രധാനമായ ചോദ്യമല്ലേ? ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നല്ലോ, ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തണമെന്നല്ലേ പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടുള്ളൂ? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ ഒരു നിലപാട് വരും എന്ന് തന്നെ രാഹുൽ, ആ സൗണ്ട് മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യൂ. ഉണ്ടായിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. കൂടുതൽ കണക്ടിവിറ്റിയുടെ പ്രശ്നമായിരിക്കും. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താൻ. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നോക്കൂ, ഇതിപ്പോ പാർലമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അസോൾട്ട് നടന്നു എന്നുള്ളത് ഓക്കെ, അത് ആരെങ്കിലും വഴങ്ങിക്കൊടുത്തത് കൊണ്ടാണ് എന്ന് ആരോപിക്കാൻ വഴിയില്ല. സുരക്ഷാ വീഴ്ച എന്ന കാര്യം അവിടെ ഉണ്ടായി. ഇത്രയും സുരക്ഷയോടുകൂടി പുതിയ ഒരു മന്ദിരം പണിതിട്ടും ഇങ്ങനെ രണ്ടുപേർക്ക് അനായാസം ഇതിനകത്ത് കടന്നു വന്ന് ഇങ്ങനെ ഒരു കൃത്യം നടത്താൻ കഴിഞ്ഞല്ലോ. അവർക്ക് അതിനപ്പുറത്ത് പോകാമായിരുന്നു. അവർ ഒരു പക്ഷെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അത്രമാത്രം ചെയ്തത്. അത് ഒരു വിഷയം. ഇതിനകത്ത് സർക്കാർ കൃത്യമായി മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, രാഹുൽ ഈശ്വറിനോട് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാം, മഹുവ മൊയ്ത്ര ചെയ്തതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. അത് യോജിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അവർ ചെയ്ത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. പക്ഷേ അവർക്ക് പാർലമെൻറ്റിൽ ഈ വിഷയം വന്നപ്പോൾ അവർക്ക് അവരുടെ വാദം പാർലമെൻറ്റിൽ സമർത്ഥിക്കാനുള്ള അവസരം പോലും അന്ന് നൽകിയിട്ടില്ല. മനസ്സിലായില്ലയോ? നമ്മളിവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ് വരെ ജുഡീഷ്യറി നമ്മൾ ചോദിക്കത്തില്ലേ, അവസാനമായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പാർലമെന്റ് അംഗമായ BJP കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, എത്തിക്സ് കമ്മിറ്റി കിട്ടിയ പരാതി അടിസ്ഥാനത്തിൽ ആ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാതെയാണ് അവരെ ഈ പാർലമെന്റിന് പുറത്താക്കിയെന്ന് അവർ പറയുമ്പോൾ, അവരാ 100 പ്രാവശ്യം അവർ കേണപേക്ഷിച്ചു, എനിക്ക് 1 മിനിറ്റ് എൻ്റെ വാദം സ്പീക്കറുടെ മുമ്പിൽ നിരത്താൻ അവസരം തരണം. ആ അവസരം കൊടുക്കാത്തതിനെയാണ് രാഹുലെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഈ അവർ ചെയ്ത കുറ്റം നിസ്സാരമാണെന്നോ അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചോ ഞങ്ങൾ ആരും ഈ നിമിഷം വരെ സംസാരിച്ചില്ല. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയായിടും എന്നൊരു ചൊല്ലുണ്ട്. ഒരു ഉപമ പറഞ്ഞു എന്നല്ലാതെ രാഹുൽ ഈശ്വർ അതിൽ പിടിച്ച് ഈ വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പം നമുക്കറിയാമല്ലോ, 1999 അല്ലെങ്കിൽ 2000 മില്ലേനിയം പറന്നു വീണപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയില്ലേ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന്? അവിടുന്ന് ഏതാണ്ട് 127 യാത്രക്കാർ, ഒരാളെ 5 എയർപോർട്ട്, അമൃത്സറിൽ പോയി, ലാഹോറിൽ പോയി, പാകിസ്ഥാനിലെ പല സ്ഥലത്തും പോയിട്ടാണ് അവസാനം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ഡഹാറിൽ ലാൻഡ് ചെയ്യുന്നു. ദുബായിൽ വെച്ച് ഒരാളെ കൊന്നു. ഈ ബാക്കിയുള്ളവരെ വിട്ട് 27 കസ്റ്റഡി വെച്ചു. അന്ന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹർഷദ് മുജാഹിദ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടന ആവശ്യപ്പെട്ട 3 തീവ്രവാദികളെ വിട്ടുകൊടുത്തു. ആ തീവ്രവാദികളാണ് 2001 പാർലമെന്റ് ആക്രമിച്ചത്, അതുപോലെ ബോംബെ ട്രേഡ് സെന്റർ ആക്രമിച്ചത്, പുൽവാമയിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ കാർഗിൽ എത്ര ആക്രമണമാണ് അവർ നടത്തിയത്? 3 തീവ്രവാദികളെ. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുക, ദേശസുരക്ഷയെക്കുറിച്ച് പറയുക, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുക. അപ്പം ഇവിടെ റഹീം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സംഭവത്തിൽ ഒരു പ്രതിപക്ഷ MP ആണ് കുറ്റാരോപിതനായിരുന്നെങ്കിൽ, അതും റഹീമിനെ പോലെ മുസ്ലിം നാമധാരിയായ ഒരാളാണ് ഈ പാസ് കൊടുത്തെങ്കിൽ ബ്രഹ്മാണ്ടം വിറപ്പിക്കത്തില്ലേ രാഹുലെ? ബ്രഹ്മാണ്ടം വിറപ്പിക്കത്തില്ലേ? എൻ്റെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന സംഭവം അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വർഗീയവൽക്കരിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ രാഹുൽ ഈശ്വർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ചോദിക്കണം, ഇത് തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദ ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്തേ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ പ്രധാനമന്ത്രിക്കൊന്ന് വന്ന്
വേണ്ട, അദ്ദേഹം വരണ്ട. ആഭ്യന്തരമന്ത്രിക്ക് വന്ന് ഇതൊന്ന് വിശദീകരിച്ചൂടെ നടന്ന സംഭവം? ഇപ്പോൾ UAPAയുടെ 17 18 ഇട്ടു. 17 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിംഗ് ആണ്. ആരാണ് ഫണ്ടിംഗ് നടത്തിയത്? ഇതൊക്കെ ജനങ്ങളുടെ ആശങ്ക. ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് പാർലമെന്റിൽ ഇരിക്കുന്നത്. അവർ ജനങ്ങളോട് സമാധാനം പറയണ്ടേ? ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഞങ്ങൾക്ക് ഭരിക്കുന്ന ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനല്ല കഴിയൂ. ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കണ്ടേ? 1957 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ AK ഗോപാലനാണ്. 52-57 അന്ന് AK ഗോപാലൻ പാർലമെന്റിൽ എഴുന്നേറ്റു. ജവഹർലാൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. AK ഗോപാലൻ തൻ്റെ പ്രസംഗം കത്തിപ്പടർന്നു. അവസാനം രാജ്യത്തെക്കുറിച്ചായി പ്രസംഗം നെഹ്റു കേട്ടോണ്ടിരുന്നു. അവസാനം AK ഗോപാലൻ ഇരുന്നപ്പോൾ ജവഹർലാൽ എഴുന്നേറ്റ് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് യു മിസ്റ്റർ ഗോപാലൻ, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. അതാണ് പ്രതിപക്ഷ ബഹുമാനം, അതാണ് ജനാധിപത്യ മര്യാദ. അവിടുന്ന് ശ്രീ നരേന്ദ്രമോദിയിലേക്ക് വന്നപ്പോൾ അംഗബലം ശുഷ്കമാണെങ്കിലും പ്രതിപക്ഷമല്ലേ? ജനാധിപത്യത്തിൽ ഭരിക്കുന്നവരെ പോലെ തന്നെ പ്രതിപക്ഷത്തിലും രാജ്യത്തോട് ഉത്തരവാദിത്വമില്ലേ? കടമയില്ലേ? കർത്തവ്യമില്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യത ഭരിക്കുന്നവർക്കാണ്. ഞങ്ങൾ അംഗബലത്തിൽ കുറവായതുകൊണ്ട് ഞങ്ങളെ പാർലമെന്റിൽ നിന്ന് നിഷ്കാസിതരാക്കാം എന്നാണ് വ്യാമോഹമെങ്കിൽ അംഗബലമല്ല, എല്ലാവരും പയറ്റിത്തെളിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് ഭീഷണിക്ക് ഞങ്ങൾ ആരും വഴങ്ങും എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോ പാർലമെന്റിൽ നിന്ന് മുഴുവൻ അംഗങ്ങളെ പുറത്താക്കിയാലും ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ സഭ നടത്തിക്കൊണ്ടു പോകാനാവില്ല എന്ന് ഭരണപക്ഷത്തിനറിയാം. അതുകൊണ്ട് നാളെ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത് മുഴുവൻ MP-മാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതിപക്ഷ MP-മാർ ഒറ്റക്കെട്ടായി പ്ലക്കാർഡ് പിടിക്കാൻ തീരുമാനിച്ചു. പ്ലക്കാർഡ് പിടിച്ചാൽ പാർലമെന്റിൽ നിന്ന് പുറത്താണെങ്കിൽ പുറത്തു പോകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ കാണാം രാഹുലെ. അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയല്ല, യുദ്ധപ്രഖ്യാപനമല്ല, ഇതൊരു അപേക്ഷയാണ്. അപേക്ഷ. പാർലമെന്റിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, അത് ആഭ്യന്തരമന്ത്രി ഉറപ്പു തരണം. യെസ്, അതാണ് ശ്രീ റഹീം. നോക്കൂ, ഇന്നിപ്പോൾ ഡെറക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്ത ശേഷവും അദ്ദേഹം സഭയിൽ തുടർന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മോഷൻ വന്നത്. അതിനി പരിശോധിക്കാൻ പോവുകയാണ്. അതിനർത്ഥം കൂടുതൽ നടപടി വരാം എന്നാണ്. ലോക്സഭയിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ സഭ വിട്ടു പോവാൻ തയ്യാറായില്ല. സമാനമായ വിധത്തിൽ ഇനി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താലും പോവില്ല എന്ന സമീപനത്തിലേക്ക് പ്രതിപക്ഷം പോവുകയാണോ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം നാളെ രാവിലെ പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. അതിലാണ് സ്ട്രാറ്റജി അന്തിമമായി തീരുമാനിക്കുക, ലീഡർഷിപ്പ് അത് പ്രഖ്യാപിക്കുക. തീർച്ചയായിട്ടും ആ സ്ട്രാറ്റജിക്കനുസരിച്ച് ഒറ്റക്കെട്ടായി സഭയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ചോദിച്ചു, എന്താ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇത് പല ആംഗിളുകളിൽ ഇതിനെ കാണണം. ഒന്നാമത്തേത്, രാജ്യസുരക്ഷ എന്നത് BJP എക്കാലവും ഉയർത്തുന്ന ഒരു ആയുധമാണ്, അവരുടെ ട്രംപ് കാർഡുകളിലൊന്നാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ എപ്പോഴും ഉപയോഗിക്കുന്ന BJP, ഈവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് വന്ന ദിവസങ്ങളിലൊക്കെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി എന്താണ്, ഭരണകക്ഷിയിലുള്ളവരുടെ പ്രസംഗം എന്താണ്, എല്ലാം രാഷ്ട്രസുരക്ഷയുടെ രാജ്യസുരക്ഷയ്ക്ക് ഞങ്ങൾ വേണം ഈ ഒരു നരേഷനാണ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റ് പ്രക്രമിക്കപ്പെട്ടത് BJPയുടെ ഭരണകാലത്താണ്. പത്താൻകോട്ട് എന്ന് പറയുന്ന ഭീകരാക്രമണം നടക്കുന്നത്, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക താവളം ആക്രമിക്കപ്പെട്ടത്, അത് സംഭവിച്ചത് BJPയുടെ ഭരണകാലത്താണ്. ഉറി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് BJPയുടെ ഭരണകാലത്താണ്. പുൽവാമ ഉണ്ടാകുന്നത് BJPയുടെ ഭരണകാലത്താണ്. ഇപ്പോഴത്തെ പാർലമെന്റിലെ ഏറ്റവും ഒടുവിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതും അവരുടെ കാലത്താണ്. അപ്പോൾ പാർലമെന്റിന്റെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന് വാദഗതിക്ക് ഒരർത്ഥവുമില്ല എന്ന് അവർ സ്വയം തെളിയിക്കുകയല്ലേ. ഇപ്പോൾ നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇവർ പാർലമെന്റിൽ വരാൻ മടിക്കുന്നത്? ഇതാണ് അതിൻ്റെ ഉത്തരം. ലജ്ജയാണ്. എന്താണ് വിശദീകരിക്കാനാവുക? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയാനാവുക? ഇനി പാസ് കൊടുത്ത അവരുടെ BJPയുടെ MP, ഒരു സംശയം വേണ്ട, നേരത്തെ രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഒരു MP പാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് അറിയാവുന്ന ആളുകൾക്കും കൊടുക്കാം, അറിയാത്ത ആളുകൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കില്ല സാധാരണഗതിയിൽ ഒരാൾ പാസ് കൊടുക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ അത് അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുമോ? എന്താണെന്ന് പരിശോധിക്കണ്ടേ? ഇനി അത് സംബന്ധിച്ച് എന്താണെന്ന് ഗവൺമെന്റ് സഭയിൽ പറയണ്ടേ, വ്യക്തത വരുത്തണ്ടേ?
എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ല. ഇനി തിരിച്ച് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? ഇത് തിരിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ഒരാളോ ഒരു മുസ്ലിം നാമധാരി ഒരാളാണോ കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? എന്താകുമായിരുന്നു അവസ്ഥ രാജ്യത്ത്? അപ്പോൾ അതെല്ലാം വളരെ പ്രധാനമായി മാറുകയല്ലേ. ഇനി പ്രിവിലേജിന്റെ കാര്യം പറഞ്ഞു. ഡെറിക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം സഭയിൽ തുടർന്നത് പ്രിവിലേജ് മോഷന് കാരണമായി. മഹുവ മൈത്ര ഈ പറയുന്ന പാസ്വേഡ് കൈമാറിയത് പ്രിവിലേജിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, എത്തിക്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത്രേ ലോക്സഭയ്ക്കകത്ത് ഒരു MP-യെ അയാളുടെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് എത്തിക്സിന്റെ ഭാഗത്ത് വരില്ലേ? എന്തേ അത് ചർച്ചക്കെടുക്കാത്തെ? എന്തേ അത് സംബന്ധിച്ച് ആ BJP-യുടെ MP ഒരു വരി കൊണ്ടെങ്കിലും താക്കീത് ചെയ്യാത്തെ? ഇത് വളരെ പ്രകടമല്ലേ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റൂ, നിനക്കൊക്കെ ചെയ്യാനുള്ള പോയി ചെയ്യും എന്നൊരു വെല്ലുവിളിയാണ്. അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതല്ലേ? ഞങ്ങളുടെ കാലത്ത് ചിലപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കും. അതിന് ഞങ്ങൾ വേറെ പ്രചരിപ്പിച്ചോളാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നോളാം. നിങ്ങളോടൊന്നും പറയാൻ, നിങ്ങളൊന്നും ബോധിപ്പിക്കട്ടെ, കാര്യം ഞങ്ങൾക്കില്ല ഹുവേ എന്ന് പറയല്ലേ? അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കഴിഞ്ഞ മണിക്കൂറുകളിൽ. അപ്പോൾ ഉത്തരം മുട്ടുമ്പോഴും അഹങ്കാരവും ധിക്കാരവും ജനാധിപത്യ വിരുദ്ധതയുമാണ് അവരെ നയിക്കുന്നത്. പാർലമെന്ററി സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ പറയാം ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക. അതിനകത്ത് ഡിസ്കഷനാണ്, ചർച്ചകളാണ്, സമന്വയമാണ്, ജനാധിപത്യപരമായ കടുത്ത സംവാദങ്ങളാണ്, തീതുപ്പുന്ന സംവാദങ്ങൾ. അങ്ങനെയല്ലേ ജനാധിപത്യം വികസിക്കേണ്ടത്? അവിടെ നിങ്ങളെന്തിനാണ് സംവാദത്തിൽ നിന്നും ചർച്ചയിൽ നിന്നും ഒളിച്ചോടുന്നത്? ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഗവൺമെന്റ് തയ്യാറാകണം. രാഹുൽ ഈശ്വർ BJP-യുടെ പ്രതിനിധി വരാതെ ക്ഷണിക്കപ്പെട്ടയാളാണ് അദ്ദേഹം. എന്തുകൊണ്ട് BJP-യുടെ പ്രതിനിധികൾ മാറി നിൽക്കുന്നു? ഇപ്പൊ രാജ്യസുരക്ഷ നിങ്ങൾക്ക് കൺസേൺ ആണെങ്കിൽ പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ച എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം വലിയ സംവിധാനം ഉപയോഗിച്ച് പണിതു. ശാസ്ത്ര പുരോഗതിയുടെ എത്ര ടെക്നോളജിയുടെ എന്തെല്ലാം സാധ്യതകളാണ് ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് വേറെ എന്തെങ്കിലും സ്മോക്ക് ആയിരുന്നെങ്കിലോ? അപ്പോൾ എന്ത് പദാർത്ഥം കൊണ്ടും പാർലമെന്റിനുള്ളിൽ ഒരു അക്രമിക്കു കയറാം എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ? ആ പാർലമെന്റ് മന്ദിരത്തിൽ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ല. പഴയ ടെക്നോളജി തന്നെയാണ് ഇവിടെയും, പഴയ മെറ്റൽ ഡിറ്റക്ടർ, പഴയ സംവിധാനം. എന്നാൽ സാങ്കേതികവിദ്യ വികസിച്ചില്ലേ? ബോഡി സ്കാനർ, ഇതുപോലുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അത്യാധുനികമായി എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിച്ചില്ല. പകരം സ്ഥാപിച്ച ചെങ്കോലാണ്. ചെങ്കോല് സ്ഥാപിച്ചതിന് പകരം അത്യാധുനിക സംവിധാനമുള്ള ഒരു ബോഡി സ്കാനർ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ അക്രമത്തെ തടയാൻ കഴിയുമായിരുന്നില്ലേ? ഇങ്ങനെ ഒരാൾക്കകത്ത് കയറാൻ കഴിയുമോ ഈ ഒരു ഉണ്ട്? അപ്പോൾ രാഹുൽ ഈശ്വറോടും എനിക്ക് പറയാനുള്ളത്, ചെങ്കോലല്ല സ്ഥാപിക്കേണ്ടത് ഇതിൽ നിന്ന് പഠിക്കേണ്ട BJP പഠിക്കേണ്ട ഒരു മിനിമം പാടാതാണ്. ചെങ്കോലല്ല സ്ഥാപിക്കേണ്ടിയിരുന്നത് ബോഡി സ്കാനർ ആയിരുന്നു. അപ്പോൾ സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തെയാണ്. എങ്കിൽ ഇത്തരം ലോകത്തിലെ ഇപ്പൊ ഇതിനേക്കാൾ ഇപ്പോൾ വിമാനത്താവളങ്ങൾ, ലോകത്തിലെ എത്രയോ വിമാനത്താവളങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നു. എത്രയോ വലിയ സുരക്ഷാ സംവിധാനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ പാർലമെന്റിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, അതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ നടന്നോ? ഇല്ല. ഇനി ഗാലറി പണിതിരിക്കുന്നു. ശ്രീ ഉണ്ണിത്താൻ പറയട്ടെ, പഴയ പാർലമെന്റിലും അദ്ദേഹം ഇരുന്നു, പുതിയ പാർലമെന്റിലും ഇരുന്നു. എന്താ ഗാലറിയുടെ അവസ്ഥ? ഗാലറിയിൽ നിന്ന് ആർക്കും എടുത്ത് ചാടാം. ആ നിലയിലാണ് ഗാലറിയുടെ ഈ അകലം വെച്ചിരിക്കുന്നത്. എന്നാൽ വെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നടുത്തളം എന്ന് പറഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ പറ്റാത്ത, ഇനി ഇറങ്ങിയാൽ തന്നെ അവിടെ നിന്ന് ബഹളം വെച്ചാൽ പ്രശ്നം ഉണ്ടാകാത്ത വിധമാണ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പം നടുത്തളത്തിൽ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാണിച്ച സൂക്ഷ്മത, സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ ടെക്നോളജികൾ അതുണ്ടാകണ്ടേ ഒരു പാർലമെന്റിനുള്ളിൽ? ഗാലറി പണിയുമ്പോൾ അത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകണ്ടേ? അതൊന്നുമില്ല. അപ്പൊ ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലെയും ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. ശ്രീ ഉണ്ണിത്താൻ അതിന് സാക്ഷിയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഞാൻ സാക്ഷിയാണ്. രണ്ട് സഭകളിലും പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് ആരവം മുഴങ്ങി, മുദ്രാവാക്യം മുഴങ്ങി. ഗാലറിക്കുള്ളിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒരു അന്വേഷണവും നടന്നിട്ടില്ലല്ലോ. പാർലമെന്റിനുള്ളിൽ MP-മാർ, തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ജനാധിപത്യപരമായി മുദ്രാവാക്യം മുഴക്കുകയോ നടുത്തളത്തിലിറങ്ങുകയോ പ്ലക്കാർഡ് പിടിക്കുകയോ ചെയ്താൽ അത് വലിയ കുറ്റം. പുറത്ത് നിന്ന് ഗാലറിയിൽ വിസിറ്റേഴ്സ് പാസിൽ വന്നിട്ട് ഒരു കൂട്ടം ആളുകൾ ഉച്ചത്തിൽ മോദിക്ക് സിന്ദാബാദ് വിളിക്കുന്നു, BJPക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു നടപടിയില്ല. ഒരാൾക്കെതിരെ നടപടി എടുത്തില്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലല്ലോ.
ഈ വന്ന ഏതെങ്കിലും മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിനുള്ളിൽ കയറി അങ്ങനെ മുദ്രാവാക്യം മുഴക്കിയ ആളിനെതിരെ ഒരു കേസ് എവിടെയെങ്കിലും എടുത്തോ? ശരി, എന്തെടുക്കട്ടെ? അന്ന് അതിന് വളം വെച്ചു കൊടുത്തതാണ്. അങ്ങനെ വളപ്പറ്റതിന്റെ അനന്തരം ഫലം കൂടിയാണ് ഈ കണ്ടത്. ശരി. അപ്പൊ ഇത് ആർക്കും കടന്നു വരാമെന്നും അക്രമം നടത്താൻ കഴിയുമെന്നുമുള്ള രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിനാണ് മുറിവേറ്റത്. തീർച്ചയായും അതിന് BJP ഉത്തരം പറയണം. ശരി, അത് BJP ഉത്തരം പറയേണ്ട വിഷയമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ, ഇപ്പൊ സുരക്ഷാ വീഴ്ചയൊക്കെ എവിടെയും സംഭവിച്ചു കൂടായികയൊന്നുമില്ല. പക്ഷെ നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിലൊരു പ്രസ്താവന നടത്താൻ പാർലമെന്റിൽ അക്കൗണ്ടബിൾ ആകാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു ഗൗരവകരമായ പ്രശ്നമല്ല. ഇന്ന് MP-മാർ മുദ്രാവാക്യം വിളിക്കുകയാണ് PM സദൻമേ ആവോ എന്ന്. പ്രധാനമന്ത്രി സഭയിൽ വരുന്നേ ഇല്ല. നമ്മുടെ അതൊരു പാർലമെന്ററി ജനാധിപത്യമാണ്. അവിടെ MP-മാർക്ക് പ്രധാനമന്ത്രി സഭയിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കേണ്ടി വരുന്ന അവസ്ഥ, പ്ലക്കാർഡ് പിടിച്ചതിന് സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന അവസ്ഥ. നോക്കൂ, ഇത് ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും ഇപ്പൊ ആദ്യം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നു BJP, കോൺഗ്രസ്, CPM ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ദൗർഭാഗ്യം ഏതെങ്കിലും ഒരു നമ്മുടെ മുസ്ലിം സഹോദര സമുദായത്തിൽ നിന്ന് ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരിയോ ഇത് ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുക. അതുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള സത്യമാണ്. അതേപോലെ തന്നെ ഹിന്ദു ഫോബിയയുടെയും പ്രശ്നമുണ്ട്. സനാതനധർമ്മം ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കു, മലേറിയ, ക്യാൻസർ ആണെന്നും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകനും അവിടുത്തെ പ്രമുഖ നേതാവും പറയുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ പിന്തുണ കിട്ടിയാൽ ഇസ്ലാമോഫോബിയ മാത്രമല്ല ഹിന്ദു ഫോബിയയും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഒരു ജനയു ധരിച്ച ബ്രാഹ്മണനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകളുടെ ലൈനേജിൽ വരുന്ന പരമശിവനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നടക്കം ഒരു മറുപടി അതിനെ കണ്ടില്ല. ഞാൻ സാധ്വി പ്രാചി എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷക്കാരിയായ വ്യക്തിക്കെതിരെ FIR ഇട്ടതാണ്, മുസ്ലിം മുക്ത ഭാരതം വേണമെന്നുള്ള സ്ലോഗന് വേണ്ടിയിട്ട്. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പോലും വാക്കാൽ പോലും പറയാൻ പല ആൾക്കാരും തയ്യാറായില്ല. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ മാത്രമല്ല, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ പറഞ്ഞതിനോട് യോജിക്കുന്നു, അതിനെതിരെ നമുക്ക് പോരാടണം. അതേപോലെ ഹിന്ദു ഫോബിയയും ഉണ്ട്. രണ്ട്, ഈ ചെങ്കോൽ എന്ന് പറയുന്നത് 1947 സാക്ഷാൽ മതേതരവാദിയായ പുരോഗമനവാദിയായ ശാസ്ത്രത്തിന്റെ അടിത്തറ ഇന്ത്യയിൽ സാക്ഷാൽ നെഹ്റു തന്നെ സ്വീകരിച്ച ല്ലേ തമിഴ്നാട്ടിലെ ചോള സന്യാസിമാരിൽ നിന്ന് അല്ലെങ്കിൽ ചോള പാരമ്പര്യത്തിൽ നിന്നുള്ള സന്യാസിമാരിൽ നിന്ന് അദ്ദേഹം തന്നെ സ്വീകരിച്ച ചെങ്കോലല്ലേ. അപ്പോ പൊതുവെ വലത് അല്ലെങ്കിൽ സെന്റർ റൈറ്റ് ആണ് പലപ്പോഴും, സെന്റർ ലെഫ്റ്റ് ആണ് പലപ്പോഴും കോൺഗ്രസ്, ലെഫ്റ്റ് ആണ് CPM-ഉം CPI-യും ആം ആദ്മി പാർട്ടിയും എല്ലാം നമ്മൾ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ പറയാറുണ്ട്. ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ആ ചെങ്കോലിനെ ആദരിക്കുന്നതിന് എന്താ അവിടെയാണ് ചെങ്കോൽ വേഴ്സസ് ബോഡി ഈ വിഷയത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ബോഡി സ്കാനേഴ്സ് വേണം. എനിക്ക് ഉറപ്പുണ്ട്, ശ്രീ അഭിലാഷിന് പോലും ഉറപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഒരുപക്ഷെ കൂടുതൽ അന്വേഷണമായിരിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വെയിറ്റ് ചെയ്യുകയായിരിക്കാം. അവിടെയാണ് പ്രതാപ് സിംഹ ഇത് ബോധപൂർവം ചെയ്തു എന്ന് ആരും പറയില്ല. ശരി, പ്രതാപ് സിംഹ ബോധപൂർവം ചെയ്തോ അബോധപൂർവം ചെയ്തോ എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ സാധാരണ നിലയിൽ ഉണ്ടായ ഒരു വീഴ്ച എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണല്ലോ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പൊ നേരത്തെ നോക്കൂ, 6 കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം 15 MP-മാർ ഇതിനോടകം തന്നെ സസ്പെൻഷന് വിധേയമായി കഴിഞ്ഞു. അടുത്ത ദിവസവും സമാനമായ രീതിയാണെങ്കിൽ ഇതുപോലെയുള്ള വിഷയം പോലും, ഇപ്പോൾ 11ാമത്തെ ദിവസമാണല്ലോ പാർലമെന്റ് തുടങ്ങിയിട്ട്, ഇതുപോലെയുള്ളൊരു ഇഷ്യൂ പോലും എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവന് വേണമെങ്കിൽ ജീവഹാനി നേരിടാമായിരുന്ന അവസ്ഥ മുന്നിൽ കണ്ട ആളുകൾക്ക് ആ ഇഷ്യൂ പോലും റേസ് ചെയ്യാൻ പറ്റാത്ത ഇടമായി പാർലമെന്റ് മാറുകയാണോ? അഭിലാഷേ, ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ഈ പാർലമെന്റ് സമ്മേളനം അവസാനിക്കേണ്ടത് ഡിസംബർ മാസം 22-ാം തീയതിയാണ്. ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതിൻ്റെ തലേന്ന് വരെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും സഭാ നടപടികളുമായി പരിപൂർണമായി സഹകരിച്ചു. ഇത്തവണ ഒരു ദിവസം പോലും ഡിസ്റപ്ഷൻ ഉണ്ടായില്ല. സുഗമമായി സ്പീക്കർക്ക് സഭാ നടപടികൾ കൊണ്ടുപോകാൻ പറ്റി. ക്വസ്റ്റ്യൻ അവർ ഉണ്ടായിരുന്നു, 0 അവർ ഉണ്ടായിരുന്നു, 377 ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അഡ്ജർൻമെന്റ് മോഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബില്ലുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഓരോ പാർട്ടിക്ക് അനുവദിച്ച സമയമനുസരിച്ച് എല്ലാവരും അവരവരുടെ സമയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചു. അപ്പോഴല്ലേ ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവം ഉണ്ടായതിന് ശേഷം ഞങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത്? പ്രധാനമന്ത്രി രാജിവെക്കണം പറഞ്ഞോ? ഇല്ല. ആഭ്യന്തരമന്ത്രി രാജിവെക്കണം പറഞ്ഞോ? ഇല്ല. അപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കാനോ അല്ല ആവശ്യം.
ഞങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ വരണം. ഈ പ്രധാനമന്ത്രി നിങ്ങൾ സഭാ രേഖകൾ പരിശോധിച്ചോ? സഭ ആരംഭിക്കുന്ന ദിവസം വരും, അവസാനിക്കുന്ന ദിവസം വരും. അപ്പോൾ 4-ാം തീയതി വന്നു, ഇനി 22-ാം തീയതി വരും. ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിലൊന്നും അദ്ദേഹം സഭയിൽ വരാറില്ല, സഭാ നടപടികൾ പങ്കെടുക്കാറില്ല. ഇങ്ങനെയാണോ മുൻകാല പ്രധാനമന്ത്രിമാർ? ഒന്ന് പരിശോധിച്ച് നോക്ക്. വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എല്ലാ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു തൊട്ട് ഈ അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നത് വരെയുള്ള മൻമോഹൻ സിംഗ് വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും പരിശോധിച്ച് നോക്ക്. അങ്ങനെയാണോ സഭാ നടപടികൾ? ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ദണ്ട് കൊടുത്തു ജവഹർലാലിന്. ജവഹർലാൽ ആ ദണ്ട് വാങ്ങിച്ച് എവിടെയാണ് വെച്ചത്? നമുക്കറിയാമല്ലോ. 947 സ്വാതന്ത്ര്യം കിട്ടിയത്. 48 നാട്ടുരാജ്യങ്ങളെല്ലാം ഇല്ലാതായത്. അന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആളുകളെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ആ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ജവഹർലാൽ നെഹ്റു ഹരിസിംഗിന് കൊടുത്ത ഒരു പ്രത്യേകതയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 അതുപോലെ തന്നെ 35A. അത് രണ്ടും ക്യാൻസൽ ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ ദണ്ട് എന്നേ ദൂരെ കളഞ്ഞതാണ്. വീണ്ടും ആ ദണ്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ആ പ്രധാനമന്ത്രി വീണ്ടും എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? നമുക്കറിയാമല്ലോ. ഇന്ന് മുഗളന്മാരുടെ സംഭാവന നിഷേധിക്കാനാകുമോ? നമ്മുടെ ലോകത്തിലെ 7ാമത്തെ അത്ഭുതം താജ്മഹൽ, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, ഈ ഡൽഹിയിലെ മുഴുവൻ ജുമാ മസ്ജിദ്, മുഗൾ ഗാർഡൻ, മുഗളന്മാർ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ എത്ര വലുതാണ്. ഈ ഡൽഹിയിലുള്ള മുഗളന്മാരുമായി ബന്ധപ്പെട്ട സകലതും ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദണ്ടും പൊക്കിപ്പിടിച്ച് ഇപ്പോൾ പുതിയ പാർലമെന്റിൽ ഒരു നാടകം നടത്തിയത്? രാഹുൽ ഈശ്വർ, നമ്മൾ രാജഭരണമൊക്കെ അവസാനിച്ചു, ജനാധിപത്യത്തിലേക്ക് വന്നു. മുഗളന്മാരെ പോലും ഓർമ്മിക്കാൻ ഈ അനന്തര തലമുറയ്ക്ക് ഇടം കൊടുക്കാതെ ഓരോന്നോരോന്ന് റോഡിൻ്റെ പേര്, സ്മാരകങ്ങളുടെ പേര് എല്ലാം മാറ്റി. അതെല്ലാം സ്വാതന്ത്ര്യാനന്തരം എന്തിന് മഹാത്മാഗാന്ധിയെ പോലും പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈ ദണ്ട് പൊക്കി പിടിച്ചു വരണോ? അതുകൊണ്ട് ഇസ്ലാമാഫോബിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളീ പറയുന്നത് അതിനൊന്നും ഞങ്ങളാരും യോജിക്കുന്നില്ല. ഞാൻ ഒരു യഥാർത്ഥ മതേതരവാദിയാണ്. കാരണം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ പൗരനും എൻ്റെ സഹോദരനാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത്തരം പ്രചരണത്തിലൊന്നും നമുക്ക് ആർക്കും യോജിക്കാനാവില്ല. ഈ രാജ്യം അനസ്യൂതം, അഭംഗുരം ജനാധിപത്യത്തിലൂടെയും മതേതരത്വത്തിലൂടെയും പോകണം. എല്ലാ ജാതി മതസ്ഥരും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഇന്ത്യ മാറണം, നിലനിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം പ്രചരണത്തിൽ ഞാനില്ല. ശരി. അല്ല, അവിടെ രാഹുൽ ഈശ്വർ, ഇവിടുത്തെ മൗലികമായ പ്രശ്നം എന്താണ്? ബാക്കി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. മൗലികമായ വിഷയം എന്താണ്? നമ്മുടേതൊരു പാർലമെന്ററി ഡെമോക്രസിയാണ്. നമ്മുടെ പാർലമെന്റിന് വലിയ പാരമ്പര്യമുണ്ട്. അത് കേവലം കെട്ടിടമല്ല. അപ്പൊ പ്രധാനമന്ത്രി സഭയിൽ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരാളാകുന്നു. പ്രതിപക്ഷത്തെ കേൾക്കുന്നില്ല. പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. വിയോജിപ്പ്, ഡിസന്റ് ഉയർത്താൻ പാർലമെന്റിനകത്ത് പോലും കഴിയുന്നില്ല. അവരവിടെ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെടുന്നു. അവരവിടെ നിന്ന് സസ്പെൻഷന് വിധേയമാകുന്നു. അപ്പോൾ പ്രതിപക്ഷ വോയിസ് ഇല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യമായ നിലയിലേക്ക് പാർലമെന്റിനെ വെറും ഒരു കെട്ടിടമായി ചുരുക്കുന്നു എന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടെയാണ് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്. ആ സുരക്ഷാ വീഴ്ച ഉന്നയിക്കുന്ന ആളുകളെ പോലും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഇന്ന് കാണുന്നു. അപ്പോൾ പ്രശ്നം രാഷ്ട്രീയമായി പല വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എല്ലാം വ്യത്യസ്ത ഐഡിയോളജിക്കൽ നിലപാടുകളുള്ള പാർട്ടികളാണല്ലോ. അത് വേറെ വിഷയം. നമ്മുടെ പാർലമെന്ററി ഡെമോക്രസി തന്നെ ഈ നിലയ്ക്ക് പോയാൽ മതിയോ എന്ന പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് ഈ സുരക്ഷാ കാരണം പറഞ്ഞ് പ്രതിഷേധിച്ച ആളുകളെ പുറത്താക്കുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. അവിടെയാണ് അഭിലാഷ് 2 കാര്യങ്ങൾ. ഒന്ന്, നിതിൻ ഗഡ്കരി ഒരുപക്ഷെ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞാൽ സർവ്വസമ്മതനായതും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ നിതിൻ ഗഡ്കരി. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രവർത്തനവും കാര്യങ്ങളും വെച്ച് ശ്രീ നിതിൻ ഗഡ്കരി വാക്കാൽ തന്നെ പറയുകയുണ്ടായി, കോൺഗ്രസ് ഈ രാജ്യത്തിന് ആവശ്യമാണ്. കോൺഗ്രസിനെ പോലൊരു പ്രസ്ഥാനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം നിൽക്കണമെന്ന്. ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ലോകാരാധനായ ആത്മീയ ഗുരു, അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നുമില്ല, പക്ഷെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം അവർ ചൂണ്ടി പറയുന്നത് അത് നമ്മുടെ നാടിന് ഒരു സെൻട്രിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് എന്നോ ഒക്കെ പറയുന്ന ഒരു പ്രസ്ഥാനങ്ങൾ ആവശ്യം
ആവശ്യമാണ്. അതുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ വലിയ ഇഷ്ടമാണ്, അദ്ദേഹം വലിയ ഭക്തനാണെന്ന് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങയ്ക്ക് പോലും ഇസ്ലാമോ ഫോബിയ പാടില്ലെന്ന് പറഞ്ഞ് അടുത്ത വാക്ക് ഹിന്ദു ഫോബിയ എന്ന് വന്നപ്പോ അത് പറയാതെ കടിച്ചു പിടിച്ചത് ഞാൻ മാത്രമല്ല, ശ്രീ അഭിലാഷും ഒരുപക്ഷെ പ്രേക്ഷകരും ശ്രദ്ധിച്ചു കാണും. അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള വിഷമം. അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ഹിന്ദു ഫോബിയ എന്ന വാക്കിന് എന്താണ് പ്രസക്തി? അവിടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതെന്ന് ഉദയനിധി സ്റ്റാലിൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു മുസ്ലിം നാമധാരി ആയിരുന്നു ഈ പാസ് കൊടുത്തത് എങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു കഥ എന്ന് ചോദിച്ചതിനെ താങ്കൾ ഈ സനാതന ധർമ്മ വിവാദവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? അതിനോട് ഡിസഗ്രി ചെയ്യുന്നു. അല്ല അഭിലാഷ്, ഒരു കാര്യം മാത്രം, അതിനോട് ആരും ഡിസഗ്രി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ശ്രീ രാജ്ദീപ് സർദേശായിയെ പോലെ ഒരു സെൻട്രിസ്റ്റോ സെന്റർ ലെഫ്റ്റോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയുടെ പോലും ട്വീറ്റ് ആ അവസരത്തിൽ പല ആൾക്കാരും ശ്രദ്ധിച്ചു കാണും. ഇത് ഒവൈസിയോ അല്ലെങ്കിൽ ഡാനിഷ് അലിയോ ഒക്കെ അവരാണ് പാസ് കൊടുത്തിരുന്നെങ്കിൽ എന്താവും എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ സനാതനധർമ്മം ഡെങ്കു മലേറിയയാണ് എന്ന് പറയുമ്പോൾ സാർ ബാലൻസ് ചെയ്യാനെങ്കിലും, അതും രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിനെ പോലെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ബാലൻസ് ചെയ്യാനെങ്കിലും ഇസ്ലാമോഫോബിയയും ഹിന്ദു ഫോബിയയും തെറ്റാണെന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകാറില്ലെന്നുള്ളതാണ് പ്രശ്നം. ബാബറി മസ്ജിദ് തകർന്നു വീഴുന്നത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ്. അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകൾ 4-5 ലക്ഷം പേർ പുറത്താക്കേണ്ടി പോകുന്നതും ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണെന്ന് ശ്രീ എ റഹീം പറയുമെന്നുള്ള പ്രതീക്ഷയാണ് പലപ്പോഴും എനിക്കുള്ളത്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല. അവിടെയാണ് ഈ കപട മതേതരത്വത്തിന്റെ പ്രശ്നം വരുന്നത്. നമുക്കെല്ലാം ഓണസ്റ്റ്ലി രാഷ്ട്രീയം സംസാരിക്കാമല്ലോ. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു ഹിന്ദു ഫോബി അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽസ് എന്ന് വിളിക്കുന്നവർ ഹൈന്ദവ ധർമ്മത്തോടും ഹിന്ദു മതത്തോടും ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയോടും ഒരു ബഹുമാനമില്ലായ്മ പല കാര്യങ്ങളിലും കാണിക്കാറുണ്ട് എന്ന് തോന്നാറുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അവിടെയാണ് ചെങ്കോലിനെ ആദരിച്ചാൽ എന്ത് നഷ്ടം ഉണ്ടാകുക? നമ്മുടെ പാരമ്പര്യത്തെ, മുഗൾ പാരമ്പര്യത്തെ തള്ളിക്കളയണ്ട. പക്ഷെ അതിനു മുമ്പുള്ള റാണാ പ്രതാപോ ശിവാജിയോ ചോളന്മാരോ സംഘകാലമോ അല്ലെങ്കിൽ ഹൈന്ദവ രാജാക്കന്മാരെ അംഗീകരിച്ചാൽ തെറ്റൊന്നുമില്ല. അപ്പൊ അതിനെ പുച്ഛിക്കുന്ന, അതിനെ വേണ്ടെന്ന് പറയുന്ന മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ആ സമീപനം എടുക്കൂ. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അന്തർലീനമായ രാഷ്ട്രീയം. ഇതിലെ അണ്ടർലൈങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അവിടെയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്താണല്ലോ ജവഹർലാൽ നെഹ്റുവിന് ഈ ചെങ്കോല് കൊടുത്തത്. എന്നിട്ട് അത് കൊണ്ടുപോയി പാർലമെന്റിൽ വെക്കാൻ മഹാത്മാഗാന്ധി പറഞ്ഞില്ല, നെഹ്റു അത് പാർലമെന്റിൽ വെച്ചുമില്ല. അത് മ്യൂസിയത്തിലായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാത്ത കാര്യവുമല്ല. അപ്പൊ നമ്മുടെ വിഷയം അതല്ല ശ്രീ രാഹുൽ ഈശ്വർ. പിന്നെ ചെങ്കോലൊക്കെ പരാമർശ വിധേയമായതുകൊണ്ട് അതേക്കുറിച്ച് കുറച്ച് സംസാരിച്ചു പോയെന്ന് വെക്കാം. അഭിലാഷ് പറഞ്ഞതാണ് ക്രക്സ്. അല്ല, അഭിലാഷ് പറഞ്ഞതാണ് ക്രക്സ്. പറയപ്പെടുന്നത് എനിക്കറിയില്ല ശരിയാണോ എന്ന്, അങ്ങനെ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാശ്മീരി ബ്രാഹ്മണനായ വിഷയത്തിലേക്ക് വാ. പക്ഷേ ഉപയോഗിക്കേണ്ടതാണോ ചെങ്കോൽ? ഉപയോഗിച്ചില്ല. ശ്രീ അഭിലാഷ് ഒരു മിനിറ്റ് പറയൂ. രാഹുൽ വിഷയത്തിലേക്ക് വാ. വിഷയത്തിൽ പറയാൻ എനിക്കൊന്നുമില്ല എന്നിങ്ങനെ വിഷയം മാറിപ്പോയി പ്രഖ്യാപിക്കാതിരിക്കേ. രാഹുൽ എത്രയോ വർഷമായിട്ട് ടെലിവിഷൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്നയാളാണ്. അപ്പൊ രാഹുൽ ഈ വിഷയത്തിന്മേൽ അഭിപ്രായം പറ. പ്രധാനമന്ത്രി സഭയിൽ വരാത്തത് നല്ലത്. പാർലമെന്റിനുള്ളിൽ പറയട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് വാ. നിങ്ങൾ വിഷയത്തിന്റെ കണക്ട് പറ. നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ട് പോകാതിരിക്കും. അതിനോട് എനിക്ക് തോന്നുന്നു എല്ലാവരും കോൺഗ്രസ് CPM വിഭാഗീയത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു എന്താണ് നടന്നതെന്ന് അറിയാൻ, ഒഫീഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനാരും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു ജനത പോലും, ഒരു മനുഷ്യൻ പോലും അങ്ങനെയല്ല. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ, ഞാൻ ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിൽ വന്ന് രാഹുൽ പറയട്ടെ. അത് ടെലിവിഷൻ ചർച്ചയിൽ വന്ന് ഒരു മിനിറ്റ്, അത് ടെലിവിഷൻ ചർച്ചയിൽ വന്ന് രാഹുൽ ഈശ്വർ പറയേണ്ട കാര്യമാണോ? അതെ പാർലമെന്റിൽ വന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയേണ്ട കാര്യമാണോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് പാർലമെന്റിൽ വരുന്നില്ല, ഇത് പറയുന്നില്ല? ഇതാണ് ചോദ്യം. അത് ശരിയോ തെറ്റോ? അവർ പാർലമെന്റിൽ അവരുടെ ഹാജർ എത്ര? അവർ പാർലമെന്റിൽ എത്ര തവണ വരുന്നു, എത്ര തവണ സംസാരിക്കുന്നു? എന്തേ അവർ സംസാരിക്കാത്തത്? അതൊരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂഷണമാണ്. അങ്ങ് നിഷ്പക്ഷമായ അഭിപ്രായം പറ. പറഞ്ഞോളൂ ശ്രീ രാഹുൽ. ചോദ്യം തീർച്ചയായിട്ടും എനിക്ക് ശ്രീ നരേന്ദ്രമോദി വളരെ ഇഷ്ടമുള്ള, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രസ് മീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി കൂടുതൽ പ്രസ് മീറ്റ് അല്ലെങ്കിൽ പ്രസ് മീറ്റുകൾ അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു BJPയോ അല്ലെങ്കിൽ ഫാർ റൈറ്റ് നിൽക്കുന്നവർക്ക് പോലും അത്തരം കാര്യങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ സമീപനം കുറെ കൂടെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടത്തെ പ്രശ്നം ഇത്തരം കാര്യങ്ങളെ ബാക്കിയുള്ള രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടി അങ്ങോ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറോ പറയുമ്പം അത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ അതിന്റെ അന്തർലീനമായ രാഷ്ട്രീയം പറയുമ്പോൾ അത് പ്രശ്നമാണെന്ന് പറയുന്നത്. അവിടെയാണ് ഇതൊരു ജെനുവിൻ റൈറ്റ് വേഴ്സസ് ലെഫ്റ്റ് ഡിബേറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ആത്യന്തികമായ അന്തർലീന
വിഭിന്നമായ രാഷ്ട്രധാരകളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മടിയില്ല. Right versus left എന്നുള്ളതിനേക്കാളും രാജ്മോഹൻ ഉണ്ണിത്താൻ സാറുമാണ്. ജനാധിപത്യം വേഴ്സസ് സ്വേച്ഛാധിപത്യം എന്ന ഡിബേറ്റ് ആണ് ഇവിടെ നടക്കേണ്ടത്. നമുക്ക് ഡെമോക്രസി ആണോ അതോ മറ്റെന്തെങ്കിലും ക്രസി ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. രാഹുൽ ഈശ്വർ അല്ല, ഒരു കാര്യം അഭിലാഷ്, ഒരു കാര്യം രാഹുൽ ഈശ്വറെ, ഈ ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് നിങ്ങളിപ്പോ ഇതിനെ എതിർക്കുന്ന, ചർച്ച ആവശ്യപ്പെടുന്ന ഇപ്പുറത്തെ വശത്ത് നിന്നവർ ശിവസേനയുണ്ട്. ശിവസേനയെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടല്ലേ കൂട്ടാൻ പറ്റുള്ളൂ? നിങ്ങൾ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ വെച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് റൈറ്റ് അല്ലേ? ഇപ്പൊ ലെഫ്റ്റ് വേഴ്സസ് റൈറ്റ് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ജനാധിപത്യമാണ്. ജനാധിപത്യത്തെ കുറിച്ചുള്ള ആകുലത മാത്രമാണ്. നിങ്ങൾ ഈ എടുക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്നതിൽ നോക്കൂ, ഒരു വിബ്ജിയർ കൊളീഷനാണ്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഒറ്റ കാര്യമുള്ളൂ, ഇത് അപകടം പിടിച്ച പോക്കാണ്, ഇത് ശരിയല്ല രാജ്യത്തിന് എന്ന അഭിപ്രായം, എന്നൊരൊറ്റ വികാരത്തിൽ, എന്നൊരൊറ്റ അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ യൂണിറ്റി ഇപ്പോൾ സാധ്യമാകുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇപ്പോൾ NDAയുടെ കൂടെയും NDAയെ പിന്തുണച്ച് NDAയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെയും മനസ്സിലിരിപ്പിതാണ്. ഇപ്പൊ അന്ന് ഭംഗീന്ദ്രയാണ് സൂചിപ്പിച്ചല്ലോ, BJPയിലെ ഒരു വിഭാഗമുണ്ട്, അവരുടെയും മനസ്സിൽ ഇതാണ്. ഇതെന്ത് പോക്കാണ് ഈ പോകുന്നത്, ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ്. ഇത് രാജ്യത്തിന്റെ പൊതുചിന്തയാണെന്നേ, അതിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ടൊന്നും നിങ്ങൾ അതിനെ കൂട്ടിമുട്ടിക്കണ്ട. അതല്ല അതിന്റെ യഥാർത്ഥം. യെസ്, തീർച്ചയായിട്ടും അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങൾ നമ്മളെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. എനിക്ക് ശ്രീ റഹീം താങ്കളോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യം, ഇനിയിപ്പോൾ ഈ വിഷയം നോക്കൂ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 ദിവസമായി പാർലമെന്ററി നടപടിക്രമങ്ങൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമീപനം വന്നിരിക്കുന്നു. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ളത് എന്ത് എന്നുള്ള സ്ട്രാറ്റജി തീരുമാനിക്കേണ്ടതാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രാജ്യം അടുത്ത 5 മാസത്തിനുള്ളിൽ. കഴിഞ്ഞ തവണ 2018-2019 കാലയളവിൽ 2018 ഇതുപോലെ ഈ ഡിസംബർ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ മുറിവുണ്ടാക്കിയ പുൽവാമ സംഭവിക്കുന്നത്. അതിന് തിരിച്ചടിയായി ബാലാക്കോട്ട് ഉണ്ടാവുന്നു, പൊളിറ്റിക്കൽ നറേറ്റീവ് ആകെ മാറുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവുന്നു. അതിലെ നീലം ശർമ്മ കോൺഗ്രസ്സുകാരിയാണെന്ന് ഇന്നലെ തന്നെ BJPയുടെ IT സെല്ല് പ്രചരണം തുടങ്ങി. ഇനിയിപ്പോൾ ഇവര് UAPA തീവ്രവാദമാണോ അല്ലെങ്കിൽ അർബൻ നക്സലാണോ വേറെ ഏതെങ്കിലും നക്സലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന നറേറ്റീവ് യഥാർത്ഥത്തിൽ ഈ സുരക്ഷാ വീഴ്ച എന്നുള്ളതിന്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അത് ആത്യന്തികമായി സർക്കാരിന് ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ കഴിയുന്ന വിഷയവുമായിരിക്കും. അല്ല, അത് നരേഷനും ബിൽഡപ്പ് ചെയ്യുക. BJP അങ്ങനെയാണല്ലോ. ഇപ്പൊ പുൽവാമയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പുൽവാമയെ കുറിച്ച് പറയുമ്പോഴും സത്യപാൽ മാലിക് പിന്നീട് വെളിപ്പെടുത്തിയല്ലോ കുറേ കാര്യങ്ങൾ. സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങളോട് ഇപ്പോഴും രാജ്യത്തുനിന്ന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ജനം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യത്തെ തേജോവധം ചെയ്തുകൊണ്ട്, ജനാധിപത്യത്തെ ഇങ്ങനെ ഒരു ഫ്രീസറിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇത് രസം എന്താണെന്നറിയാമോ? ഇതേ സമയം തന്നെ ഇത് ജനാധിപത്യത്തിൻ്റെ മാതാവാണ്, വിശ്വഗുരുവാണ്, ഇതൊക്കെയാണ് പ്രഖ്യാപിക്കൽ. ഇപ്പം ജനാധിപത്യത്തിൻ്റെ മാതാവാണെന്ന് ഈ സ്വയം ഇന്ത്യയെക്കുറിച്ച് അവർ അങ്ങനെ ഒരു പേരിടുകയാണ്. യഥാർത്ഥ ജനാധിപത്യം ഇപ്പോഴാണ്. ഇതാണ് ഡെമോക്രസിയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുകയാണ്. അത് ശരിയല്ല. ഇപ്പോൾ പാർലമെൻറ്റിനുള്ളിൽ ഇന്ന് രാജ്യസഭയിൽ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചു പറഞ്ഞ എന്താണ്? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒച്ച വയ്ക്കാൻ പാടില്ല. അതാണ് ജനാധിപത്യത്തെയാണ് പരിചയമാക്കി വെക്കുന്നത്. ജനാധിപത്യത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ജനാധിപത്യപരമായ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കണ്ടേ? എത്ര എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് ഈ കാലയളവിൽ? കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യല്ലേ? ഇന്ന് ലോക്സഭയിൽ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. പണ്ട് രാജ്യസഭയിൽ 19 എംപിമാരാണ് ഒരുമിച്ച് സസ്പെൻഡ് ചെയ്തത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്നും പാർലമെന്റിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തതാണ്. എത്രയോ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് പാർലമെന്റിനുള്ളിൽ. വലിയ സൗഹൃദം, വളരെ കൃത്യമായ ഏറ്റുമുട്ടലുകൾ, അതിനപ്പുറത്ത് സൗഹൃദങ്ങൾ. അങ്ങനെയല്ലേ ഇന്ത്യൻ പാർലമെന്റ് മുമ്പോട്ട് പോയിട്ടുള്ളത്? അതല്ലേ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു ചാതുര്യം, സൗന്ദര്യം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് പാർലമെന്റിൽ തുടർച്ചയായി അംഗങ്ങളെ പുറത്തു നിർത്തുക, സസ്പെൻഡ് ചെയ്യുക, സസ്പെൻഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക, അതൊന്നും ഒരിക്കലും ശരിയല്ല. ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെന്റിലെത്തുന്നവർ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ സ്റ്റേറ്റിന്റെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയായി സഭയിലെത്തുന്നവർ, ഉപരിസഭയിലെത്തുന്നവർ, അവർക്കെല്ലാമുള്ള ഭരണഘടനാപരമായ അവകാശമാണ്. അതിനെ ഈ സസ്പെൻഷൻ നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ സസ്പെൻഷന്റെ ആധികാരികത? പാർലമെന്റിലെ അംഗബലമാണ്. പാർലമെന്റിന്റെ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഷൻ ചെയ്യുകയാണ്. അവിടെയാണ് സഖാവ് AKGയെ അഡ്മിറ്റ് ചെയ്ത നെഹ്റുവിന്റെ ചരിത്രം ശ്രീ ഉണ്ണിത്താൻ ഇവിടെ ഉദ്ധരിച്ചപ്പോൾ അത് പ്രസക്തമായി മാറുന്നത്. എത്രയുണ്ടായിരുന്നു അന്ന് ഇടതുപക്ഷം?
പക്ഷേ അതിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ജനാധിപത്യ മനസ്സുണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴും കോൺഗ്രസ് അത് കാണിച്ചിരുന്നില്ല. അത് പിന്നീടുള്ള കാലഘട്ടമുണ്ട്. പക്ഷേ നെഹ്റുവിയൻ കാലഘട്ടം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ BJP ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ്. രാജ്യം, ഇന്ത്യയുടെ പൊതു മനസ്സെന്ന് പറയുന്നത് ഒരു കാരണവശാലും ജനാധിപത്യ വിരുദ്ധതയെ ഒരു പരിധിക്കപ്പുറം വാഴിക്കില്ല. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ലോകത്തിന്റെ ചരിത്രം അതാണ്. ലോകത്തിന്റെ ചരിത്രം അതാണ്. അപ്പോൾ നിങ്ങളിനി എന്തെല്ലാം ഗമ്മി കാണിച്ചാലും നിങ്ങൾക്കെതിരെ ഇത് പറയാനായിട്ട് ശക്തമായി പ്രതികരിക്കാനുള്ള മാധ്യമങ്ങൾ കുറവായിരിക്കും. മാധ്യമങ്ങളെ എല്ലാം അവർ ഭയത്തിന്റെ കീഴിൽ നിർത്തുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നരേഷനുകൾ ഇനി ബിൽഡപ്പ് ചെയ്യുമായിരിക്കും, കെട്ടുകഥകൾ ഉണ്ടാക്കുമായിരിക്കും, പലതും ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സെക്യൂരിറ്റി ബ്രീച്ചിനെ സംബന്ധിച്ച് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ശരി, സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഡിറ്റർമിനേഷൻ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്, ഞാൻ അതിനുശേഷം മടങ്ങിയത്. ചർച്ച അവസാന മിനിറ്റുകളിലാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇനി ഒരാഴ്ച കൂടി സമ്മേളനമുണ്ട്. ഇതിനോടകം 15 MP-മാർ സസ്പെൻഷനിലാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, DMK ഉണ്ട്. പ്ലക്കാർഡ് പുതിയ സഭയിൽ ഉയർത്തിയാൽ അപ്പ സസ്പെൻഷൻ എന്നുള്ളതാണ് തീരുമാനം. എങ്കിൽ ഇപ്പോൾ ഈ സഭാ സമ്മേളനത്തിന്റെ ബാക്കിയുള്ള ഭാഗം ഇനി പ്രതിപക്ഷമില്ലാതെ നടത്തേണ്ടി വരുമോ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ് പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പ്രതിപക്ഷമില്ലാതെ 22-ാം തീയതി വരെ സഭ നടത്തിക്കൊണ്ടു പോകേണ്ട ഗതികേട് ഈ ഗവൺമെൻറ് ഉണ്ടാകും. ശ്രീ അഭിലാഷേ, പ്രധാനമന്ത്രി പരസ്യമായി ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൽ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വന്ന് ഈ പാർലമെൻറ്റിന് പുറത്ത് പറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നില്ല? ഒന്നാലോചിച്ച് നോക്കെ. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പാർലമെൻറ്റ് കോടാനുകോടി രൂപ ചെലവാക്കി കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിന് 3 കവാടങ്ങളാണ്. ഒന്ന് എക്സ്ക്ലൂസീവായി പ്രധാനമന്ത്രിക്ക്, മറ്റൊരു വാതിൽ എക്സ്ക്ലൂസീവായി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അതായത് രാജ്യസഭയുടെ അധ്യക്ഷന്. പിന്നെ ഈ ഒരേ ഒരു വാതിലാണ് ലോക്സഭയിലേക്ക് പോകാൻ, രാജ്യസഭയിലേക്ക് പോകാൻ. അവിടെയാണ് ഗ്യാലറിയിൽ പോകാൻ വരുന്ന ആളുകളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ മാതൃഭൂമിയുടെ ലേഖകന്മാരോട് ചോദിക്ക്. ഞങ്ങൾ പാർലമെൻറ്റിൽ പങ്കെടുക്കാനായി വന്നു കഴിഞ്ഞാൽ പഴയ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ആ കവാടം ഒരു ചന്തയാണ്, ഒരു മാർക്കറ്റാണ്. അവിടെ ജനബാഹുല്യമാണ്. ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്, ആരാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഇന്ന് പാർലമെൻറ്റിൽ ചില ഒരു ഈച്ച പോലും അവിടെ ഇല്ല. അപ്പോൾ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അറിയാം. പാളിച്ച ഉണ്ടായി എന്ന് ഇന്നലെയും ഇന്നുമായി പാർലമെൻറ്റിൻ്റെ മുൻഭാഗം നോക്കിയാൽ കൃത്യമായി അറിയാം. റഹീം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത ദിവസം, ആ ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് വനിതാ ബില്ല് അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി സഭയിൽ വന്നു, ഗ്യാലറി മൊത്തം ഫുള്ള്. ഞാനൊരു MP ആണ്. അന്ന് എൻ്റെ 1-2 ഗസ്റ്റുകൾ വന്നു. സ്പീക്കറോട് പാസ് ചോദിച്ചപ്പോൾ പുതിയ പാർലമെൻറ്റിൽ പാസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗ്യാലറി മൊത്തം ഫുള്ളാണ്. ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. പ്രധാനമന്ത്രി വനിതാ ബിൽ അവതരിപ്പിച്ചതും മുദ്രാവാക്യം വിളി തുടങ്ങി, മോദി സ്തുതി തുടങ്ങി. ഇപ്പോൾ MP-മാർ പ്രസംഗിക്കുമ്പോൾ ഒരാൾ പ്രസംഗിച്ചാൽ പ്രസംഗം തീരുന്നവരെ 10 പ്രാവശ്യം മോഡിയെ സ്തുതിക്കും. മനവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലും നിൻമുഖം. സ്തുതിപാഠകന്മാരെ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് നിറഞ്ഞു. അത് സഹിക്കാം. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗ്യാലറി നിറച്ച് ആ ഗ്യാലറിയിൽ വന്ന ആളുകളെ കൊണ്ട് പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിച്ചത്, കീജെ വിളിച്ചത്, ഇപ്പോൾ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അപമാനിക്കാൻ ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നു. ഒരു സ്വേച്ഛാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്, ജനാധിപത്യമല്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ സഭയിൽ വന്ന് ഒരു വിശദീകരണം കൊടുക്കേണ്ടത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അനിവാര്യമാണ്. അത് ചെയ്തേ മതിയാവും. ശരി, ഓക്കെ, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ റഹീം, ശ്രീ രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുകയാണ്. നമസ്കാരം.